അസ്സലാമലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന വാനില ഡ്രീം കേക്ക് റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് സൂപ്പർ മോയിസ്റ്റ് വാനില കേക്ക് മിക്സ് ഒരു പാത്രത്തിലേക്ക് എടുക്കുക. ഇതിലേക്ക് 25 ml വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 6 എഗ്ഗും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ കിട്ടിയിരിക്കുന്നത്. ഇത് ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം. നന്നായി ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഓവനിലേക്ക് മാറ്റാം. 35 മിനിറ്റ് 170 ഡിഗ്രി ടെമ്പറേച്ചറിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വാനില സ്പോഞ്ച് കേക്ക്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഡ്രീം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഡ്രീം കേക്കിൻ്റെ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിൽ വാം മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഹാഫ് കപ്പ് മിൽക്ക് ചോക്ലേറ്റ്, 1/4 കപ്പ് ക്രീം ഡബിൾ ബോയിൽ മെത്തേഡിൽ ചൂടാക്കി മെൽറ്റാക്കുക. ഇനി നമുക്ക് ക്രീം നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് മെൽറ്റാക്കിയതും ക്രീമും മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്യുക. ഇനി ഇത് കേക്കിൻ്റെ മുകളിലിട്ട് നന്നായി പരത്തി കൊടുക്കാം. ഡ്രീം കേക്കിൻ്റെ രണ്ടാമത്തെ ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് സെറ്റ് ആവാൻ ഫ്രീസറിൽ വെക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി നട്ട്സ് ഇട്ട് കൊടുക്കാം. ഹാഫ് കപ്പ് ചോക്ലേറ്റും 1/4 കപ്പ് ക്രീമും ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. തേർഡ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ചിരുന്ന് സെറ്റാവാൻ വെച്ചിരുന്നത് എടുത്ത് ഇതിൻ്റെ മുകളിലിട്ട് നന്നായി പരത്തി കൊടുക്കാം. ഇനി ഇത് ഫ്രീസറിൽ ഒന്ന് സെറ്റ് ആവാൻ വെക്കാം. ഈ സമയത്ത് ചോക്ലേറ്റും അതിലേക്ക് 2 സ്പൂൺ ക്രീമും ഡബിൾ ബോയിൽ മെത്തേഡിൽ മെൽറ്റ് ചെയ്യുക.
ഇത് നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്ത് നന്നായി പരത്തി കൊടുക്കാം. ശേഷം ടാപ്പ് ചെയ്ത് അരമണിക്കൂർ ഫ്രീസറിൽ വെക്കാം സെറ്റാവാൻ വേണ്ടിയിട്ട്. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇവിടെ കേക്ക് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ 5th ലെയർ ആയ കോക്കോ പൗഡർ അരിപ്പയിൽ അരിച്ച് സ്പ്രെഡ് ചെയ്യാം. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായ ശേഷം നമുക്കിത് ഉപയോഗിക്കാം. നമ്മുടെ വാനില ഡ്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രീം കേക്ക് റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. Thank you.